ആദ്യം പോയി ഇവനോട് സംസാരിക്കാം. നീ പറഞ്ഞതാ ശരി. കങ്കുവയാണ് നല്ല പടം. വിൽസൺ ഒരു മണ്ടനാ. അവനത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. നിനക്കെങ്കിലും അത് മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലാവും, അത് അവന് മനസ്സിലാവില്ല. അതങ്ങനെയാ. അപ്പോൾ ഇന്ന് വൈകിട്ട് വിൽസനെ കാണുമ്പോൾ ഈ കാര്യത്തിൽ ഒന്നോടെ തർക്കിക്കണം. എനിക്ക് ഇവൻ്റെ സപ്പോർട്ട് കിട്ടും. ഇനി ഇവനോട് സംസാരിക്കാം. എടാ, നീ പറഞ്ഞതാ ശരി. പുഷ്പയാ നല്ല പടം. ദിനീഷ് ഒരു മണ്ടനാ. അവനത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. നിനക്കെങ്കിലും ഇതൊന്ന് മനസ്സിലായല്ലോ. എനിക്കത് മനസ്സിലാവും, അവനത് മനസ്സിലാവില്ല. അതങ്ങനെയാ. അപ്പോൾ ഇന്ന് വൈകിട്ട് ദിനീഷിനെ കാണുമ്പോൾ ഈ കാര്യത്തിൽ ഒന്നുകൂടെ തർക്കിക്കണം. എനിക്ക് ഇവൻ്റെ സപ്പോർട്ടും കിട്ടും. എടാ വിൽസ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ നീ ഒരു മണ്ടനാണ്. കങ്കുയ നല്ല പടം അല്ലടാ. നിനക്ക് എപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഇതാ പറഞ്ഞ നീ ഒരു മണ്ടനാണെന്ന്. പുഷ്പയാണ് ഏറ്റവും സൂപ്പർ പടം അല്ലടാ. ഈ രണ്ട് മണ്ടന്മാർക്ക് ഉത്തരം കൊടുക്കരുത്. ഇവിടെ നിന്ന് നൈസായിട്ട് മാറണം. ഐഡിയ. ഹലോ, കഴിഞ്ഞോ? ഇല്ല, എന്നാ കുറച്ച് നേരം കൂടെ ഫോൺ ചെയ്യാം. മണ്ടന്മാർ തമ്മിൽ തല്ലിച്ചാവട്ടെ. അയ്യേ, ഇന്നലെ നീ എന്നാ പരിപാടിയാണ് കാണിച്ചത്? അവനൊരു മണ്ടനാന്നുള്ള കാര്യം നിനക്കറിയാൻ പാടില്ല. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ അവനത് മനസ്സിലാവില്ല. ഞാൻ അവിടുന്ന് മാറിയതിനൊരു കാരണമുണ്ട്. അത് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ അവിടുന്ന് മാറിയതിനൊരു കാരണമുണ്ട്. അത് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞു തരാം. ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല. രണ്ടുപേർക്കും കാര്യം മനസ്സിലായി. ഇനി പുതിയ തന്ത്രം. എടാ, നീ വിചാരിച്ചില്ലേ ഇതെല്ലാം ഞാനാ ചെയ്തതെന്ന്? നീയും വിചാരിച്ചില്ലേ ഇതെല്ലാം ഞാനാ ചെയ്തതെന്ന്? അതേടാ, ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചേക്കുന്നേ.